സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിൻ്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. ഇന്നതല്ല. ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോൾ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യൻ വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്. അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി അത് മെല്ലെ മെല്ലെ പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞി പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചിരിക്കാം. കഥയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കാം അവൻ്റെ ഉള്ളിൽ ആശങ്ക. അതെ. അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറയ്ക്കേണ്ട പലതുമില്ലാതെ ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെക്കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം. കുട്ടികൾക്ക് ശരിക്ക് ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം, ഈ അപകർഷതാബോധം. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല. ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്, അഡോൾസൻസിലൊക്കെ എത്തുന്ന സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ജാടകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത് ബാഹ്യരൂപങ്ങളല്ല, നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം. അതെ, ഇവിടെ 2 രൂപമാണ് ഞാൻ അതിൻ്റെ ഒരു 2 രൂപത്തിലെ 2 ആംഗിളിലാണ് ഞാൻ മനസ്സിലായത്. ഒന്ന് ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയൊരു ജനറേഷൻ്റെ കടന്നുവരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന അതിനോടുള്ളൊരു താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂവിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും കാട്ടിക്കൂട്ടലുകളാണ്. എന്നിട്ട് വിശേഷങ്ങൾ നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പാമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിൻ്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ കടലിൻ്റെ ഭംഗിയും അവിടുത്തെ ആളുകളും. ഇന്നതല്ല. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു ആ ഒരു ഉണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ
ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരെ അറിയാം. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ. അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്. ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക് എന്തിനാണ് ഞാനിത് പോകണത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രക്ഷിതാക്കൾ എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരിൽ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല. അത് അവർക്കൊക്കെ ശരി പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിൻ്റെ പ്രധാനമെന്നത്. അതെ, എന്താണ് കിട്ടേണ്ടത് എന്നത്. പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡി ആയിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ കണ്ടന്റ് എന്താണോ അത്. പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും. യെസ്.